ഭരണവീഴ്ചയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ഭരണമുന്നണി കൗൺസിലർമാർ സമരം നടത്തിയ സാഹചര്യത്തിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ദുഃഖാചരണം പ്രഖ്യാപിച്ച് എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചിട്ട് പോലും വികസനത്തിന്റെ പേരിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തി ചെയർപേഴ്സൺ അനാദരവ് കാട്ടിയെന്നും സമീർ പറഞ്ഞു. ഭരണവീഴ്ചയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ കായംകുളം നഗരസഭയിൽ ഭരണമുന്നണി കൗൺസിലർമാർ തന്നെ ഉപരോധം നടത്തുകയും സമരം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ രാഷ്ട്രീയ മാന്യത അവശേഷിക്കുന്നുവെങ്കിൽ രാജിവെക്കണമെന്ന് കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി LDF നഗരഭരണം കായംകുളത്ത് എന്ത് വികസന കുതിപ്പ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ജനങ്ങളോട് ബന്ധപ്പെട്ടവർ പറയണം. അനിവാര്യവും ആധുനികവുമായ സാമ്പത്തിക നയങ്ങളിലൂടെ രാജ്യത്തെ സമ്പദ്ഘടനയെ കരുത്താർജിപ്പിച്ച് ലോകത്തിന് അവഗണിക്കാൻ പറ്റാത്ത ശക്തിയാക്കി രാജ്യത്തെ മാറ്റിയ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച് എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചിട്ട് പോലും വികസനത്തിന്റെ പേരിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തുകയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേര് പോലും ശരിയായി പറയാതെ അനാദരവ് കാട്ടുകയും ചെയ്ത ചെയർപേഴ്സന്റെ ജാള്യത മറച്ചുവെക്കാൻ UDFനെതിരെ സമരം ചെയ്ത LDF നടപടി അപഹാസ്യമാണെന്നും സമീർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.